അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഫ്ളലി റസൂലില്ലാ അമ്മാ ബഅദ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, മുസ്ലിം ലോകം പണ്ട് കാലം മുതലേ ആചരിച്ചു വരുന്ന രാവാണ് ബറാഅത്ത് രാവ്. നിസ്ഫു ഷഅബാൻ അഥവാ ഷഅബാൻ 15 രാവാണ് ബറാഅത്ത് രാവെന്ന് അറിയപ്പെടുന്നത്. ലൈലത്തുർ റഹ്മാൻ, ലൈലത്തുൽ മുബാറക്ക തുടങ്ങി പല പേരുകളും ഈ രാത്രിക്കുണ്ടെങ്കിലും ലൈലത്തുൽ ബറാഅത്തിൻ്റെ രാവ് എന്ന പേരിലാണ് ഈ രാത്രി പൊതുവെ അറിയപ്പെടുന്നത്. മുഅ്മിനീങ്ങളായ അടിമകൾക്ക് ഈ രാത്രിയിൽ അള്ളാഹു നരകമോചനം നൽകുന്നത് കൊണ്ടാണ് ബറാഅത്ത് എന്ന പേര് ലഭിച്ചത്. ഈ രാത്രിയുടെ മഹത്വത്തെക്കുറിച്ച് നിരവധി ഹദീസുകൾ വന്നിട്ടുണ്ട്. അൻ ആയിഷത റളിയല്ലാഹു അൻഹ ഇന്നല്ലാഹു തആല യൻസിലു ലൈലത്തൻ നിസ്ഫി മിൻ ശഅബാൻ ഇലസ് സമാഇ ദുനിയ ഫയഗ്ഫിറു ലി അക്സറ മിൻ അദദി ശഅരി ഗനമി കൽബിൻ. അഹ്മദും തുർമുദിയും ഇബ്നു മാജിയും ഒക്കെ റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ ഇങ്ങനെ കാണാം. ആയിഷ റളിയല്ലാഹു അൻഹയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിശ്ചയം ശഅബാൻ 15 രാത്രി അള്ളാഹു സുബ്ഹാനഹു വ തആല 1-ാം ആകാശത്തിലേക്ക് ഇറങ്ങി വരും, അഥവാ അള്ളാഹുവിൻ്റെ റഹ്മത്ത് ഇറങ്ങും. കൽബ് ഗോത്രത്തിലെ ആടുകളുടെ രോമത്തിൻ്റെ എണ്ണത്തേക്കാൾ അധികം പാപികൾക്ക് അള്ളാഹു തആല ആ രാത്രിയിൽ പുറത്തു കൊടുക്കുകയും ചെയ്യും. മറ്റൊരു ഹദീസിൽ ഇങ്ങനെ കാണാം. അൻ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ യത്തലിഉല്ലാഹു ഇലാ ഖൽഖിഹി ഫീ ലൈലത്തിൻ നിസ്ഫി മിൻ ശഅബാൻ ഫയഗ്ഫിറു ലിജമീഇ ഖൽഖിഹി ഇല്ലാ മുശ്രിക്കിൻ ഔ മുശാഹിദിൻ. ബറാഅത്തിൻ്റെ രാത്രിയിൽ അള്ളാഹു തആല അവൻ്റെ അടിമകളെ പ്രത്യേകം ശ്രദ്ധിക്കുകയും ഷിർക്ക് ചെയ്യുകയും അഥവാ അള്ളാഹുവിൽ ഷിർക്ക് ചെയ്ത് മുശ്രിക്കായവർക്കും പരസ്പരം പിണങ്ങി നിൽക്കുന്ന മുഅ്മിനല്ലാത്തവർക്കുമൊക്കെ അള്ളാഹു തആല പുറത്തു കൊടുക്കുമെന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു. മാത്രമല്ല, ഈ രാത്രി ദുആക്ക് ഇജാബത്തുള്ള രാവാണെന്ന് ഇമാം ഷാഫിഈ റളിയല്ലാഹു തആല അൻഹു അള്ളാഹുവിൻ്റെ റഹ്മത്ത് വാരിച്ചൊരിയുന്ന രാത്രിയാണെന്ന് മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്നുണ്ട്. ഫിഹാ യുഫ്രഖു കുല്ലു അംരിൻ ഹക്കീം എന്ന് സൂറത്ത് ദുഹാനിൽ പറഞ്ഞ അടിമകളുടെ കാര്യങ്ങൾ തീരുമാനിക്കപ്പെടുന്ന രാത്രി ബറാഅത്തിൻ്റെ രാത്രിയാണെന്ന് ഉലമാക്കൾ അഭിപ്രായപ്പെടുന്നുണ്ട്. ഈ രാവിൽ ഭക്ഷണ വിശാലതക്കും ആയുസ് വർദ്ധിക്കാനും അഥവാ ആഫിയത്തുള്ള ദീർഘായുസിനും ആഖിബത്ത് നന്നാവാനും ആപത്തുകൾ തടയാനും 3 യാസീനുകൾ ഓതി ദുആ ചെയ്യൽ പുണ്യമാണെന്ന് ഇമാമുകൾ പഠിപ്പിക്കുന്നു. മഗ്രിബ് ഇശാഇൻ്റെ ഇടയിലാണ് ഇത് ഉത്തമം. അതുപോലെ സൂറത്ത് ദുഹാൻ പാരായണം ചെയ്യലും ബറാഅത്തിൻ്റെ പകലിലെ നോമ്പും പുണ്യം തന്നെയാണ്. ഈ കൊല്ലം ഫെബ്രുവരി 13 വ്യാഴാഴ്ചയാണ് നമുക്ക് മലേഷ്യയിൽ ബറാഅത്ത് രാവ്. വെള്ളിയാഴ്ച പകൽ അതിൻ്റെ നോമ്പും, വെള്ളിയാഴ്ച മാത്രം നോമ്പ് നോൽക്കൽ കറാഹത്താണെന്ന അഭിപ്രായമുള്ളതുകൊണ്ട് വ്യാഴവും വെള്ളിയും ചേർത്ത് നോമ്പ് നോൽക്കലാണ് ഉത്തമം. ഇൻഷാ അല്ലാഹ് സാധാരണ പോലെ നമ്മുടെ മദ്രസയിൽ വെച്ച് 3 മഗ്രിബ് നിസ്കാരത്തിന് ശേഷം 3 യാസീനുകൾ ഓതി ദുഹാൻ സൂറത്ത് പാരായണം ചെയ്ത് മൗലിദ് ഓതി ദുആ ചെയ്യുന്ന പ്രത്യേക മജ്ലിസ് നടക്കുന്നുണ്ട്. എല്ലാ മുഅ്മിനാത്തുകളും ആ മജ്ലിസിൽ പങ്കെടുക്കുകയും മജ്ലിസിലേക്ക് ചീരണികളും മറ്റും കൊണ്ടുവരികയും ചെയ്യുക. അല്ലാഹു തആല അവൻ ആദരിച്ച ദിവസങ്ങളെയും മാസങ്ങളെയും ആദരിക്കുവാനും നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.